അതെ, ഏത് വീഡിയോ ഇട്ടാലും കണ്ട് മടുത്തൊരു കമന്റാണ്, ഇതൊക്കെ നാട്ടിലാണെങ്കിൽ ചെയ്യോ, ഇവിടെ ആയതുകൊണ്ടല്ലേന്ന്. സത്യത്തില് നാട്ടില് നമ്മൾ എങ്ങനെ കൃഷി ചെയ്യണം? മണ്ണ് മാന്തിയിട്ട് വിത്തിട്ടിട്ട് അത് മുളച്ച് വെള്ളം ഒഴിച്ച് വളം ഒഴിച്ച് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതേ സെയിം പ്രോസസ്സാണ് കാനഡയിലും. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ കഷ്ടപ്പെടണം. ആൻഡ് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ നമുക്ക് കഷ്ടപ്പെടാൻ ടൈമില്ല. അപ്പൊ ടൈം കൊടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ടൈം കിട്ടുന്നവർ ഇവിടെ ചെയ്യുന്നു, അവിടെ ടൈം കിട്ടുമ്പോൾ അവിടെ ചെയ്യുന്നു. അവിടെ ടൈം പൊതുവെ കിട്ടാതെ നമ്മൾ 3 നേരം കുക്കിംഗ് ഉണ്ട്, പരിപാടിയുണ്ട്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന ട്യൂഷൻ വിടുന്ന പരിപാടി, അങ്ങനെ കുറേ കാര്യങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും അതിനോട് ടൈം കിട്ടിയെന്ന് വരും. പിന്നെ നമുക്ക് ഇവിടെ ടൈം കിട്ടുന്നുണ്ട്, കാരണം നമ്മളിവിടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്, അതിന് ട്യൂഷനില്ല, പരിപാടികളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ജോലിയും കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഏറ്റവും വലുതായിട്ട് ഹസ്ബൻഡും ഫാമിലിയിൽ നന്നായി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും ബാക്കി എല്ലാ പരിപാടിയും ഭാര്യ ചെയ്തു വെക്കുന്ന പരിപാടി അത് വളരെ കുറവാണ്. ഇവിടെ എല്ലാവരും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്, എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യും. കൃഷിയിലാണെങ്കിലും അടുക്കള പരിപാടികളിലാണെങ്കിലും കുട്ടികളെ നോക്കുന്നതിലാണെങ്കിലും എല്ലാത്തിനും രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് അത്യാവശ്യം സമയം കിട്ടുന്നുണ്ട് ചെയ്യാനായിട്ട്. കൃഷി ബുദ്ധിമുട്ട് തന്നെയാണ്, അത് എവിടെ ചെയ്താലും. പക്ഷെ ആരോഗ്യമായിട്ടുള്ള ഹെൽത്ത് വേണമെങ്കിൽ, അതേപോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്ന് കുനിയുമ്പോഴേക്കും തലകറങ്ങുക അല്ലെങ്കിൽ മുട്ടുവേദന വരിക, ഇതൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നാവണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അത് നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും രാജ്യം വിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ നമ്മുടെ ശരീരത്തിന് വേണ്ടി.